അവസാനത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അല്ലേ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് എന്താ, ഒരേ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരേ ഒരു ട്രെയ്റ്റിലായിരുന്നു ഗ്രെഗർ മെൻഡൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഈ പ്രാവശ്യം അദ്ദേഹം എന്താ ചെയ്തത് വെച്ചാൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സാണ് കൺസിഡർ ചെയ്തത്. ഒന്ന് അതിൻ്റെ സീഡിൻ്റെ ക്യാരക്ടർ, ഓക്കെ, ഹൈറ്റും സീഡിൻ്റെ ക്യാരക്ടറാണ് അദ്ദേഹം കൺസിഡർ ചെയ്തത്. ഒന്ന് ടോളും മറ്റേത് റൗണ്ട് സീഡും, ഡ്വാഫ് ആൻഡ് റിങ്കിൾഡ് സീഡും, ഇങ്ങനെ ചുരുങ്ങിയ സീഡ്. അങ്ങനെ 2 ക്യാരക്ടേഴ്സ് എടുത്തില്ല, 2 ട്രേറ്റ്സ് എടുത്തിട്ടാണ് അദ്ദേഹം അടുത്ത ക്രോസ് തുടങ്ങിയത്. അപ്പോൾ 2 ക്യാരക്ടേഴ്സാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ആ ക്യാരക്ടേഴ്സ് നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളതിൻ്റെ എല്ലീൽസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, ടോൾനെസ്സിന് ക്യാപിറ്റൽ ടി, റൗണ്ട് സീഡിന് ക്യാപിറ്റൽ ആർ, അതേപോലെ ഡ്വാർഫിന് സ്മോൾ ലെറ്റർ ടി, റിങ്കിൾഡ് സീഡിന് സ്മോൾ ലെറ്റർ ആർ. എന്നിട്ട് നമ്മൾ ഇതിന്ന് ഓരോന്ന്, ഒരു ക്യാപിറ്റൽ ടി, ഒരു ക്യാപിറ്റൽ ആർ, ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു സ്മോൾ ലെറ്റർ ടി, ഒരു സ്മോൾ ലെറ്റർ ആർ എടുത്തിട്ട് അതിനാണ് എന്ത് ചെയ്തത്, ഫസ്റ്റ് ഫീലിയൽ ജനറേഷനിൽ ക്രോസ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ഫീലിയൽ ജനറേഷനിൽ ക്രോസ് ചെയ്തു. അപ്പം ഇവിടെ കിട്ടിയ റിസൾട്ട് എന്തായിരിക്കും, എല്ലാം തന്നെ ടോളായിരുന്നു, അതേപോലെ റൗണ്ട് സീഡുള്ള പ്ലാന്റ്സ് ആയിരുന്നു. ടോൾ റൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഫീനോടൈപ്പ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റെ ഫീനോടൈപ്പ് നോക്കിയപ്പം എല്ലാം ടോൾ റൗണ്ടാണ്. F1 സെൽ പോളിനേഷൻ ചെയ്യാൻ വിട്ടിട്ട് എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച റിസൾട്ട് ഇതേപോലൊരു ചെക്കർ ബോർഡിൻ്റെ അകത്താണ് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ഇവിടെ അതേപോലെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. അപ്പോൾ കിട്ടിയത് എന്താ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ടോൾ ആൻഡ് റൗണ്ട് സീഡഡ്. അതേപോലെ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇവിടെയും ടോൾ റൗണ്ട് തന്നെ ആയിരിക്കും അല്ലേ, ടോൾ റൗണ്ട്. പക്ഷേ ഇത് ഹെട്രോസൈഗസ് ആയിരിക്കും, കാരണം ഒരു സ്മോൾ ലെറ്റർ വന്നുകൊണ്ട് ഇത് ഹെട്രോസൈഗസ് ആയിരിക്കും. മറ്റേതെന്താ, ഹോമോസൈഗസ്. ഹെട്രോസൈഗസ് ടോൾ റൗണ്ടാണ്. ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അവസാനം നമുക്ക് എഴുതാം ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ക്യാപിറ്റൽ ടി ഇവിടെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം, സ്മോൾ ആർ. അപ്പം അതിൻ്റെ ഫീനോടൈപ്പ് നമുക്ക് അവസാനം എഴുതാം. Capital R, small r, small t, capital R, small t, capital R, small r, capital T, small t, capital R, small r, capital T, small r, small r, capital T, small t, capital R, small r, small t, small r, small r. അപ്പം ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് കോളം അല്ലേ, ഇതിനകത്തുള്ള ഫസ്റ്റ് കോളം ഇവിടെയാണ് നമുക്ക് പ്യുവർ ടോൾ റെറ്റും, ഇവിടെയാണ് നമുക്ക് പ്യുവർ ഡ്വാർഫ് റിങ്കിൾഡ് സീഡ് കിട്ടുന്നത്. ഇത് രണ്ടും മാത്രമാണ് എന്ത് വരുന്നത്, ഹോമോ സൈഗസ് വരുന്നത്. ബാക്കിയൊക്കെ കോമ്പിനേഷൻ അല്ലേ, രണ്ട് സെയിം അല്ല വരുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ അതെല്ലാം എന്തായിരിക്കും, ടോൾ റൗണ്ട് ആയിരിക്കും. ക്യാപിറ്റൽ ടി 1, ക്യാപിറ്റൽ ആർ 1 വന്നു കഴിഞ്ഞാൽ എല്ലാം ടോൾ റൗണ്ടായി. ഇതും ടോൾ റൗണ്ട്.
ഇവിടെ എന്താ വരിക? ടോൾ റിങ്കിൾഡ് ആണ് അല്ലേ? ടോൾ റിങ്കിൾഡ്. ഇവിടെ ടോൾ റൗണ്ട്. ഇവിടെ ടോൾ റിങ്കിൾഡ്. ടോൾ റൗണ്ട്, ടോൾ റൗണ്ട്. ഇവിടെ ഡ്വാർഫ് റൗണ്ടാണ്, പുതിയൊരു വെറൈറ്റി. ഡ്വാർഫ് റൗണ്ട്. ഇവിടെ ഡ്വാർഫ് റൗണ്ട്. ഇവിടെ ആണെങ്കിൽ ടോൾ റെഡ്. ഇവിടെ ടോൾ റിങ്കിൾഡ്. പുതിയ പുതിയ വെറൈറ്റീസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇവിടെ ഡ്വാർഫ് റെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും പുതിയ ടൈപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ടോൾ റെഡ് ഉണ്ട്? ടോൾ റെഡ് അതായത് എല്ലാം ടോൾ വരുന്നത് അല്ലേ? ഏതൊക്കെയാ എല്ലാം ടോൾ വരുന്നുള്ള? ഇവിടെ 1 2 3 4 5 6 7 8 9 അല്ലേ? നമുക്ക് ടോൾ റെഡ് കിട്ടിയ എത്രയാണ്? 9 എണ്ണം കിട്ടി. 9 ടോൾ റെഡ് വന്നു. ഇനി അടുത്ത് നമുക്ക് കിട്ടിയത് എന്താ? ടോൾ റിങ്കിൾഡ്. 1 2 3. നമുക്കവിടെ എന്താ കിട്ടിയത്? ടോൾ റിങ്കിൾഡ് ആണ് കിട്ടിയത്. അപ്പോൾ 9:3. ഇനി അടുത്ത് പുതിയ എന്താ വെറൈറ്റി? ടോൾ റിങ്കിൾഡ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഡ്വാർഫ് റൗണ്ടാണ്. ഡ്വാർഫ് റൗണ്ട് 1 2 3. അപ്പോൾ ഡ്വാർഫ് റെഡും എത്ര വന്നാൽ ഡ്വാർഫ് റെഡ് 3. ഇനി അവസാനത്ത് എന്താണത്? ഒരേ ഒരു എണ്ണം മാത്രം, ഡ്വാർഫ് റിങ്കിൾഡ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഡൈ ഹൈബ്രിഡ് ക്രോസ് റേഷ്യോ. ഇവിടെ ഫിനോട്ടിപ്പിക് റേഷ്യോ വരെ ജീനോട്ടിപ്പിക് റേഷ്യോ വേറെ ഒന്നുമില്ല. ഇവിടെ ഒറ്റൊരു റേഷ്യോ 9:3:3:1. അപ്പോൾ ഇവിടെ എത്ര ടോട്ടൽ കോളംസ് ഉണ്ട്? 4 × 4 16 കോളംസ് ഉണ്ട്. ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര തന്നെ കിട്ടണം? 16 എണ്ണം കിട്ടണം. 9 3 12, 12 3 15, 15 1 16. അപ്പോൾ കറക്റ്റ് 16 കോമ്പിനേഷൻസ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനാണ് അദ്ദേഹം ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞിരുന്നത്. 2 വെറൈറ്റി എടുത്ത് ക്രോസ് ചെയ്തു. ഓക്കെ, ഇത് ഡൈ ഹൈബ്രിഡ് ക്രോസ്. എന്നിട്ട് ഇതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന പോസ്റ്റുലേറ്റ്സ് എന്താ? അദ്ദേഹത്തെ കൺക്ലൂഷൻ എന്തായിരുന്നു? അതിൽ when 2 or more different traits are combined, each trait is inherited independently to the next generation without mixing each other. അപ്പം ഇപ്പോൾ ടോളും റൗണ്ടും ഒരുമിച്ച് വരാണെങ്കിൽ അതേപോലെ ട്രാൻസ്ഫർ ആവുന്നുണ്ട് അടുത്ത ഇതിലേക്ക് അല്ലേ? ടോൾ വന്നുകൊണ്ട് റൗണ്ട് എക്സ്പ്രസ് ചെയ്യാതെ നിൽക്കുന്നില്ല, ടോൾ വരാത്തതുകൊണ്ട് ഡ്വാർഫ് എക്സ്പ്രസ് ചെയ്യാൻ നിൽക്കില്ല, അങ്ങനെ ഒന്നുമില്ല അല്ലേ? രണ്ടുപേരും അവരുടെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. does not influence the separation of another pair of alleles. അതായത് ടോൾനെസ്സിനെ മറ്റേ സീഡിൻ്റെ വെറൈറ്റി എന്ത് ചെയ്യുന്നില്ല? ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ടോളിൻ്റെ വേറെ തന്നെ, സീഡിൻ്റെ നേച്ചർ വേറെ തന്നെ. രണ്ടും ഒരിക്കലും പരസ്പരം എന്ത് ചെയ്യുന്നില്ല? എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് മെൻഡൽ ഡൈ ഹൈബ്രിഡ് ക്രോസിന് എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ. അതിനെ മെൻഡൽസ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് അല്ലേ, ഇപ്പം നമ്മളുടെ ഈ മെൻഡലിൻ്റെ ആ സമയത്തുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം, നമ്മളുടെ ശാസ്ത്രം വളർന്നതിന് ശേഷം കണ്ടുവരുന്ന ചില കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെയൊക്കെ മരണത്തിന് എത്രയോ കാലം ശേഷമാണ് നമ്മൾ ഈ പ്രത്യേകതയൊക്കെ കാണുന്നത്. ഓക്കെ, എന്താണെന്ന് നോക്കാം. അതിൽ ഒരു 4 മണിപ്പൂ എന്നൊരു പൂവുണ്ട് അല്ലേ? 4 മണിപ്പൂ. അപ്പം 4 മണിപ്പൂവിൽ പല കളേഴ്സും ഉണ്ട്. അതിൽ ചുവന്ന നിറത്തിലുള്ള 4 മണിപ്പൂവും അതേപോലെ വെള്ള നിറത്തിലുള്ള 4 മണിപ്പൂവും നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന പുതിയൊരു വെറൈറ്റിയാണ്. എന്താണത്? പിങ്ക് കളറാണ്. പിങ്ക് കളറാണ് വരുന്നത് അല്ലേ? അതായത് റെഡ് കളർ ഒന്നിൽ എന്തായി? റെഡ് കളറിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അങ്ങോട്ട് കുറഞ്ഞ് കുറച്ചും കൂടി ലൈറ്റായി. അതായത് അവിടെ ഡോമിനൻ്റ് അല്ല വരുന്നത് അല്ലേ? ഫുള്ളായിട്ട് ഡോമിനൻ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ റിസസീവിനെ വൈറ്റിനെ ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ? കുറച്ചൊരു കോമ്പിനേഷൻ അവിടെ വരുന്നുണ്ട്. വൈറ്റ് ചെറുതായിട്ടൊന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ റെഡിന് സാധിക്കുന്നില്ല. അപ്പം ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്.
ഓക്കെ, നാലുമണിപ്പൂവിൻ്റെ ഈ എക്സാമ്പിൾ നമ്മൾ എന്താ പറയുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അത് മെൻഡേലിയൻ ക്യാരക്ടർ അല്ലാത്ത വേറെ ചില നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ എന്താ? ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പം കൈമാറുന്ന കാര്യങ്ങളാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ചുവപ്പിന് വൈറ്റിനെ മറച്ചു വെക്കാൻ സാധിക്കുന്നില്ല. അതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഫുള്ളായിട്ട്. പിന്നെ വേറൊരു പ്രത്യേകത, റോ ആൻഡ് കോട്ട് പാറ്റേൺ ഫൗണ്ട് ഓൺ സം കാറ്റൽ ആൻഡ് ഹോഴ്സസ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ബ്രൗൺ കളറും അതേപോലെ വൈറ്റ് കളർ മിക്സ് ആയിട്ടുള്ള പശുക്കളോ അല്ലെങ്കിൽ കുതിരകളൊക്കെ അല്ലേ. അപ്പം ഇവിടെ ബ്രൗൺ എന്ന് പറയുന്നത് ഡോമിനൻ്റ് കളർ ആയിരിക്കും, വൈറ്റ് റിസസീവ് ക്യാരക്ടർ ആയിരിക്കും. പക്ഷേ ഒരു ആനിമലിൻ്റെ മുകളിൽ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ സമയം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോമിനൻ്റ് ട്രേറ്റും റിസസീവ് ട്രേറ്റും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രത്യേകതയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കോഡോമിനൻസ്. കോഡോമിനൻസ് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച്, ഡോമിനൻറ്റും റിസസീവും രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയി, കോഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഫുള്ളായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നേരെ മറിച്ച് കോഡോമിനൻസ് രണ്ടുപേരും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകത, നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൽ ABO ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ, ABO. അപ്പോൾ സാധാരണ AB എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് വരാൻ പാടില്ല. A ഒരു ഗ്രൂപ്പ്, B ഒരു ഗ്രൂപ്പ് അല്ലേ, പിന്നെ O എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അപ്പം നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് 2 എല്ലീൽസ് അല്ല, 2ൽ കൂടുതൽ എല്ലീൽസ് ഉണ്ട്. അതിൽ IA, IB ആൻഡ് സ്മോൾ ലെറ്റർ I. ഈ 3 കൂടിയിട്ടാണ് നമ്മളുടെ എന്ത് തീരുമാനിക്കുന്നത്? ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ? ക്യാപിറ്റൽ T ആണ് ക്യാപിറ്റൽ T, 2 എല്ലീൽസ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിൽ അങ്ങനെയല്ല, അവിടെ 3 എല്ലീൽസ് ആണ് ബ്ലഡ് ഗ്രൂപ്പിനെ തീരുമാനിക്കുന്നത്. IA, IB, സ്മോൾ ലെറ്റർ I. കണ്ടോ, ഇവിടെ 3 ഗ്രൂപ്പാണ് അല്ലെങ്കിൽ 3 എല്ലീൽസ് ആണ് എന്ത് തീരുമാനിക്കുന്നത്? ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ വരുന്ന ആ ഒരു പ്രത്യേകതയ്ക്ക് നാം പറയുന്ന പേര് മൾട്ടിപ്പിൾ എല്ലലിസം. കാരണം 2 എല്ലീലല്ല, 2ൽ കൂടുതൽ എല്ലീൽസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രത്യേകതയ്ക്ക് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് നമ്മൾ വിളിക്കുന്ന പേര് മൾട്ടിപ്പിൾ എല്ലലിസം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയി, കോഡോമിനൻസ് ആയി, മൾട്ടിപ്പിൾ എല്ലലിസം കണ്ടു. ഇനി ഇപ്പോൾ പല ആൾക്കാരുടെ സ്കിന്നിൻ്റെ കളറ് പല മാതിരി ആയിരിക്കും അല്ലേ. ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാരുണ്ട്, ഒരു ലൈറ്റ് കളറുകളുണ്ട്, യെല്ലോ കളേഴ്സ് വരുന്നുണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ പലതരം ആൾക്കാരുടെ സ്കിന്നിൻ്റെ കളർ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളുടെ കളറിൽ അല്ലേ പ്രത്യേകത എന്താ വെച്ചാൽ 1ൽ കൂടുതൽ ജീൻസാണ് നമ്മളുടെ സ്കിന്നിൻ്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നിൻ്റെ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് മെലാനിൻ. അപ്പോൾ ഈ മെലാനിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ കളർ ഡാർക്കാവും, മെലാനിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് ലൈറ്റ് കളറായിരിക്കും. അപ്പോൾ ആ മെലാനിൻ്റെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിൻ്റെ എന്തുണ്ടാവുന്ന സ്കിന്നിൻ്റെ കളറ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ആ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതും ജീൻസാണ്. 1ൽ കൂടുതൽ ജീൻസ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെലാനിൻ ആണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പലതരം ജീൻസിൻ്റെ ആക്ഷനാണ് ഒരു പേഴ്സൻ്റെ സ്കിന്നിൻ്റെ കളറിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നത്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പല ടൈപ്പ് ജീൻസിൻ്റെ കാരണം ഉണ്ടാവുന്ന ഒരു ഇൻഹെറിറ്റൻസ് ആണിത്. ഓക്കെ, അതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പിന്നെ അത് മാത്രമല്ല, ഓരോ ആൾക്കാർ ജീവിക്കുന്നവരുടെ ചുറ്റുപാട്, പശ്ചാത്തലം, അതേപോലെ അവരുടെ ക്ലൈമറ്റ്, ടെമ്പറേച്ചർ സോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പേഴ്സൻ്റെ ഈ മെലാനിൻ പ്രൊഡക്ഷനെ ബാധിക്കും. അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഒരു പേഴ്സൻ്റെ സ്കിന്നിൻ്റെ കളർ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ കുട്ടിക്ക് വന്നത് എന്താ? അപ്പം ഹൗ ഡു ഓഫ് സ്പ്രിങ്സ് ഹാവ് ക്യാരക്ടർ ദാറ്റ് ദെയർ പാരൻസ് ഡോണ്ട് ഹാവ്? ഇപ്പം അച്ഛൻ്റെ അമ്മേൻ്റെയും അതേപോലെ എക്സാക്റ്റ് കോപ്പി ആയിരിക്കണമെന്നില്ല മക്കൾ. സ്വഭാവത്തിലാണെങ്കിലും കോപ്പി ആവണമെന്നില്ല, വ്യത്യാസം വരും. അപ്പോൾ ആ വ്യത്യാസം വരാനുള്ള കാരണം എന്താ? അതിനാണ് നമ്മൾ പുതിയൊരു ടേം പഠിക്കുന്നത്, ക്രോസിംഗ് ഓവർ. ഇപ്പോൾ ജനറ്റിക് പ്രോസസ്സ് റെസ്പോൺസിബിൾ ഫോർ വേരിയേഷൻസ്. ഇപ്പോൾ പാരൻസ് നമ്മളുടെ സാമ്യമില്ലായ്മ, അതാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. ആ വേരിയേഷന് കാരണം ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ശരീരത്തിൽ 2 ടൈപ്പ് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, മൈറ്റോസിസ്, മിയോസിസ്.
അപ്പോൾ അതിൽ മിയോസിസ് ആണ് നമ്മളുടെ ക്രോമസോം നമ്പറിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ മിയോസിസ് തന്നെയാണ് സെക്സ് സെല്ലിൽ ആ ഒരു നമ്പേഴ്സ് ഉണ്ടല്ലോ ക്രോമസോമിൻ്റെ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഗാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സെക്സ് സെൽസ് എന്ന് വിളിക്കുന്ന പേരാണ് ഗാമേറ്റ്സ്. അപ്പം മിയോസിസ് ആണ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ്. അതായത് ഒരു തരത്തിലും ഡിഫറെൻ്റ് അല്ലാതെ, അതായത് നമ്മളുടെ പാരൻസിന് 2 പേരെടുത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ക്രോമസോം കിട്ടുന്നത് അല്ലേ. അപ്പം നമ്മളുടെ കയ്യിൽ ഫാദറിൻ്റെ അടുത്ത് 23 മദറിൻ്റെ അടുത്ത് 23 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ എത്ര വരണം, 46 ക്രോമസോം വരണ്ടേ. പക്ഷെ അത്ര വരുന്നുണ്ടോ, നമുക്കുള്ള എത്ര തന്നെയാണ്, 23 തന്നെയാണ്. ആ നമ്പർ വ്യത്യാസം വരാൻ പാടില്ല അല്ലേ. അപ്പം ആ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, നമ്പർ ഓഫ് ക്രോമസോംസിൻ്റെ എണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽ ഡിവിഷനാണ് എന്ത്, മിയോസിസ്. ആ മിയോസിസ് കാരണം തന്നെയാണ് ഗാമേറ്റ് ഫോർമേഷനും സാധിക്കുന്നത്. ആ സെക്സ് സെൽസിൻ്റെ അകത്തും 23 ക്രോമസോംസ് തന്നെ വരുന്നത് കേട്ടോ. അതിൻ്റെ റീസൺ അതാണ്, മിയോസിസ് എന്ന സെൽ ഡിവിഷൻ. അപ്പോൾ ഈ മിയോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അത് 2-3 സ്റ്റെപ്പിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ നമ്മളുടെ ക്രോമസോം സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മളൊന്ന് പഠിച്ചിരുന്നു. അതിൻ്റെ ഷേപ്പ് ഒരു എക്സ് ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും വരിക, സെൻട്രോമിയർ കാരണം ഇവിടെ കണക്റ്റഡ് ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഇത് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഒന്ന് ഫാദറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ക്രോമസോം ആയിരിക്കും, മറ്റേത് മദറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ക്രോമസോം ആയിരിക്കും. അപ്പം ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെയറിങ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം എന്നാണ് പറയുന്നത്. ഹോമോലോഗസ് എന്താ, ഒരേപോലെയുള്ളത്, ഫാദറിൻ്റെ അടുത്തുള്ളതും മദറിൻ്റെ അടുത്തുള്ളതും ഹോമോലോഗസ് ക്രോമസോമാണ്, XX, YY, ZZ അല്ലേ. അതിൻ്റെ മുകളിലുള്ള സീക്വൻസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഒരു പാരൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് ഈ 2 ക്രോമസോംസ്. അപ്പം ഇത് രണ്ടും അങ്ങോട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താ വെച്ചാൽ ഇവർ തമ്മിൽ ഇങ്ങനെ ഇൻ്റർവൈൻ ചെയ്യും. അതിനാണ് നമ്മൾ ആ ഫോർമേഷൻ ഉണ്ട്. ഇതുണ്ടോ, ഈ പിങ്ക് കളറും യെല്ലോ കളറും കൂടി ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ എന്താവും, ട്വിസ്റ്റ് ചെയ്യും അല്ലെ, ഇങ്ങനെ കൂട്ടിക്കുഴമ്പ് കെട്ടിയിട്ട പോലെയാവും. അങ്ങനെ ഈ 2 ക്രോമസോമും ഫാദറിൻ്റെ അടുത്തുള്ള മദറിൻ്റെ അടുത്തുള്ള ഈ ക്രോമസോമും കോണ്ടാക്റ്റിൽ വരുന്ന ആ പാർട്ട്, ഈ മഞ്ഞയും ഈ പിങ്ക് കളറും കോണ്ടാക്റ്റിൽ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്ന, കയാസ്മ. അതിനെ വിളിക്കുന്ന പേരാണ് കയാസ്മ. അപ്പം ഈ കയാസ്മ ഉള്ള ഈ സ്ഥലത്ത് ഈ മഞ്ഞേൻ്റെ കൂടെ പിങ്ക് കളർ ആഡ് ആവും, പിങ്ക് കളറിൻ്റെ കൂടെ ഈ കഷ്ണം മഞ്ഞ കളറും ആഡ് ആവും. അങ്ങോട്ടും കൂടി ഇവർ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രോസിങ് ഓവർ എന്ന് പറയും. ഇതേപോലെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഈ വൈറ്റ് കളറും മഞ്ഞ കളറും കൂടി ചേർന്നു, പിങ്കും മഞ്ഞയും ഇങ്ങനെ കണ്ടോ, ഇത് മുറിഞ്ഞ കഷ്ണം മുറിഞ്ഞ പോലെയായി. അവസാനം ഇവരെന്ത് ചെയ്ത് കൂട്ടി യോജിച്ചപ്പം ഇങ്ങനെ ഒരു പരിവായി മാറി, കോമ്പിനേഷനായി. ഫാദറിൻ്റെ അടുത്തു നിന്നുള്ളതും മദറിൻ്റെ അടുത്തുള്ളതും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവമായിട്ട് മാറി. ദിസ് എക്സ്ചേഞ്ച് കോസസ് എ റീകോമ്പിനേഷൻ ഓഫ് എല്ലീൽസ്. അപ്പം പാരൻ്റെ അടുത്തുള്ള 2 പേരുടെ അടുത്തുള്ള ഈ എല്ലീൽസിൻ്റെ റീകോമ്പിനേഷൻ നടന്നവിടെ, സെയിം അല്ല ട്രാൻസ്ഫർ ചെയ്ത് 2 പേര് കൂടി ചേരാണ്. ഫാദറിൻ്റെ ക്യാരക്ടറും മദറിൻ്റെ ക്യാരക്ടറും രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് കൂടി ചേരാണ്. അതുകൊണ്ടാണ് മക്കളിൽ എന്തുണ്ടാവുന്ന പുതിയ തരത്തിലുള്ള സ്വഭാവമോ അല്ല വേറെ എന്തെങ്കിലും ഗുണങ്ങളോ മാറ്റങ്ങളോ കാണാൻ സാധിക്കുന്നത്. അപ്പം എന്താണ് ഈ ജനറ്റിക് വേരിയേഷന് കാരണം, മിയോസിസിൻ്റെ സമയത്ത് നടക്കുന്ന ക്രോസിംഗ് ഓവറാണ് അല്ലേ. ക്രോസിംഗ് ഓവറാണ് ഇതിന് കാരണം. ആ ക്രോസിംഗ് ഓവർ കാരണമാണ് വേരിയേഷൻ, പാരൻസിൽ നിന്ന് കുട്ടികളിൽ ചേഞ്ചസ് കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട്. ഇനി ഇതിൻ്റെ അവസാനത്തെ ഭാഗം. അപ്പം നമ്മൾ കോവിഡിൻ്റെ സമയത്ത് അല്ലേ, കോവിഡിൻ്റെ സമയത്ത് നമ്മളതിൻ്റെ COVID-19 എന്നായിരുന്നു അതിൻ്റെ പേര് അല്ലേ, COVID-19. അപ്പോൾ അത് കോസ് ചെയ്യുന്ന വൈറസ്. പിന്നെ അതിന് ശേഷം അതിൻ്റെ വകഭേദങ്ങൾ എന്ന് പറയും അല്ലേ. അതിൻ്റെ എന്താ പറയുക, വീണ്ടും വ്യത്യാസത്തോട് വന്ന് കൂടിയ കുറച്ച് വെറൈറ്റീസും ഉണ്ടായി, സ്ട്രെയിൻസും ഉണ്ടായി COVID-19. അപ്പം അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പുതിയ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസം ഒരു പ്രത്യേകത ഉണ്ട്, ഇവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക വെച്ചാൽ മ്യൂട്ടേറ്റ് ചെയ്യും. മ്യൂട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ജനറ്റിക് സീക്വൻസ്. നമ്മളുടെ നൈട്രജനസ് ബേസിൻ്റെ സീക്വൻസ് ഇതാണ് വരുന്നത്. അപ്പം ഈ ഒരു പാർട്ട് മാത്രം നോക്കാം. ഇവിടെ TA ആയിരുന്നു നോർമൽ കണ്ടീഷൻ. പെട്ടെന്ന് എന്തോ കാരണവശാൽ അത് AT എന്ന് പറയുന്ന മാതിരിയായി മാറി. TA എന്നുള്ളത് AT ആയി, ജസ്റ്റ് അവിടെ റീഅറേഞ്ച് ചെയ്ത്. ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. ഇതിന് പ്രത്യേകത എന്താ, ഇതൊരു ജനറേഷൻ മറ്റേ ജനറേഷനിലേക്ക് പാസ് ഓവർ ചെയ്യും. അതാണ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം എന്ന് പറയുന്നത്.
അപ്പോൾ പെട്ടെന്ന് ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മാറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ. ജെനറ്റിക് മ്യൂട്ടേഷൻ, ജീൻ മ്യൂട്ടേഷൻ എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ ഈ ജീൻ മ്യൂട്ടേഷൻ നടക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പം അതിനകത്ത് വരുന്ന എന്തെങ്കിലും എറേഴ്സ്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസിന് എക്സ്പോഷർ ആവുമോ അല്ലെങ്കിൽ റേഡിയേഷൻ എക്സ്പോസ്ഡ് ആവുമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ജീന് മ്യൂട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലേ? അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അപ്പം ഒരു പ്രാവശ്യം പാരൻറ്റിൽ ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ അടുത്ത ജനറേഷനിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ അടുത്ത ജനറേഷനിൽ വരുന്ന ആ കുട്ടിക്കിൻ്റെ ക്യാരക്ടേഴ്സിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോസസ്സ് ഉണ്ട്, അല്ലേ? പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ജീവികൾ നോക്കുമ്പോൾ ഇന്നത്തെ ജീവികൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ആ അഡ്വാൻസിനൊക്കെ കാരണം എന്താ? ഈ മ്യൂട്ടേഷൻസ് തന്നെയാണ്. അപ്പോൾ മാറുന്ന കാലാവസ്ഥ, അതേപോലെ മാറുന്ന പരിസ്ഥിതി, അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവാൻ ഈ മ്യൂട്ടേഷൻസ് വളരെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്, ഈ ചേഞ്ചസ് ഒക്കെ. ഓക്കെ, ഇതാണ് മ്യൂട്ടേഷനെ പറ്റിയുള്ളത്. അപ്പം ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിഭാഗം തന്നെയാണ് ബയോളജിൻ്റെ. അതിൽ പലതരത്തിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, റിസർച്ചിലുണ്ട്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തി കുറേ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മളുടെ lesson 1 കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.